ക്രിസ്മസ് പുതുവത്സര ആഘോഷം കഴിഞ്ഞിട്ടും സംസ്ഥാനത്ത് കോഴി വില ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. കേരളത്തിൽ കോഴി ഉൽപ്പാദനം കുറഞ്ഞതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരവ് കുറഞ്ഞതും ഡിമാൻഡ് ഉയർന്നതുമാണ് വിലക്കയറ്റത്തിന് കാരണമായി വ്യാപാരികൾ പറയുന്നത്. പോരുന്നോ എൻ്റെ കൂടെ? ഇനിയെങ്കിലും പോരുന്നോ എൻ്റെ കൂടെ? ഇനിയൊരു ചോദ്യം മറിച്ചിലും ഇല്ല, ഇനി വന്നോ. വില കൂടിയതോടെ ഇറച്ചിക്കടകളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞു. 5 കിലോ വാങ്ങാൻ എത്തിയിരുന്നവർ 3 കിലോ വാങ്ങി തിരികെ പോകുന്ന അവസ്ഥയായി. വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. എനിക്കൊരു കടയാണ്, അപ്പം കടയിൽ കൊടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് നമുക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ. വില കൂട്ടിയാലും വാങ്ങിക്കും, പക്ഷെ നമ്മൾ വില കൂട്ടുന്നില്ല. സംസ്ഥാനത്ത് ഇറച്ചിക്കായി ഒരു ദിവസം 24 ലക്ഷം കിലോ കോഴി വേണമെന്നാണ് കണക്ക്. ഇതിന്റെ പകുതി മാത്രമേ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഫാമുകളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഈ ആഴ്ച 179 6 രൂപ കൂടി. അങ്ങനെ നമ്മൾ കുറഞ്ഞാലേ നമുക്ക് കസ്റ്റമർ വരുള്ളൂ. കോഴിക്കുഞ്ഞുങ്ങളുടെ മാതൃയിനങ്ങളിൽ അടുത്തിടെ കണ്ടെത്തിയ രോഗബാധ ഉൽപാദനം കുറയാൻ കാരണമായതായി വ്യാപാരികൾ പറയുന്നു. പിന്നീട് ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ രോഗബാധ നിയന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിലും ഉൽപാദനത്തിൽ ഇടിവ് നേരിട്ടു. ഇറച്ചി വിപണിയിൽ ഇടപെടൽ നടത്തുന്ന കെപ്കോയിൽ ഫ്രഷ് ചിക്കൻ ഇപ്പോഴും വില കിലോയ്ക്ക് 240 തന്നെയാണ്. 176 രൂപ എന്ന് പറയുന്നത് ജീവനോടുള്ള 1 കിലോ തൂക്കം വരുന്ന കോഴിയുടെ റേറ്റാണ്. അത് തന്നെ മാംസമായിട്ട് മാറുമ്പോൾ എന്ന് വെച്ചാൽ 1 കിലോ മാംസമായിട്ട് അതിനെ മാറ്റിയെടുക്കുമ്പോൾ ഏതാണ്ട് 1.5 കിലോ ലൈവ് വെയിറ്റ് ജീവനോടുള്ള കോഴിയിൽ നിന്നായിരിക്കും 1 കിലോ ഇറച്ചി കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും 1 കിലോ മാംസത്തിന് കോഴിയിറച്ചിക്ക് 264 രൂപയാണ് വില വരിക. അങ്ങനെ ഇരിക്കുമ്പോഴും കെപ്കോയിൽ ഇന്ന് 1 കിലോ ഇതേ കോഴി ഇറച്ചിക്ക് നമ്മൾ 240 രൂപയ്ക്കാണ് നമ്മൾ വിറ്റഴിക്കുന്നത്. ഫാമുകളിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്ന കർഷകർക്ക് നിലവിൽ 140 മുതൽ 145 രൂപ വരെയാണ് ലഭിക്കുന്നത്. ചില്ലറ വിൽപ്പനശാലകളിൽ ഇപ്പോഴും 176 രൂപ വരെയുണ്ട്. പൊതുവിപണിയിൽ ഇറച്ചിക്കോഴിയുടെ വില ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ കഷ്ടപ്പെടാൻ പോകുന്നത് സാധാരണക്കാരായ വ്യാപാരികളും ഉപഭോക്താക്കളുമാണ്. കൃത്യമായ ഇടപെടൽ അനിവാര്യമാണ്. സജികുമാറിന് പഞ്ചിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.